ഒരു തവണ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് പറയും. കടം തരുമോ കടം തരുമോ കിനാവിൻ മുത്തിലൊന്നു തരുമോ നിലാവിൻ ചെപ്പിലിട്ട് തരുമോ എനിക്കാ സ്വപ്നമൊന്നു തരുമോ. നിങ്ങൾ ചെയ്യുന്ന തെറ്റ് ഇവിടെ ആരും കാണുന്നില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പക്ഷേ ദൈവം ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന തെറ്റില് ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു സാക്ഷി ഉറപ്പായിട്ടുണ്ടാവും. ഈ എവിഡൻസ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളാണ് കള്ളന്മാരെന്ന് ഞാൻ ഒരിക്കലും അറിയില്ലായിരുന്നു. നീ എന്തൊക്കെയാടാ ചെയ്തു കൂട്ടിയത്? നിനക്ക് എന്ത് കുറവാടാ വരുത്തി വെച്ചത്? കാശിന് വേണ്ടി ഇത്രയ്ക്ക് തരം താഴ്ന്നോ നിങ്ങൾ? ഇടം നടക്കാൻ പോകുന്ന നമ്മുടെ ഏട്ടന്റെ മകളുടെ കല്യാണം, നമ്മൾ കൊണ്ടു നടന്ന് വളർത്തിയ നമ്മുടെ കാവ്യയുടെ കല്യാണം. എങ്ങനെയാണ് നിനക്കിതൊക്കെ ചെയ്യാൻ തോന്നി? അല്ല, നിങ്ങൾ രണ്ടുപേരും നല്ല വിദ്യാഭ്യാസം ഉള്ളവരല്ലേ? ഇത്രയ്ക്ക് വിവരമില്ലാതായി പോയോ? സംഭവങ്ങളൊക്കെ അച്ഛനും അമ്മയും അറിയുകയാണെങ്കിൽ അവരെന്തുമാത്രം വേദനിക്കും. ഭാസ്കരേട്ടനും ഭാവനേച്ചിക്കും അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. പാടില്ലായിരുന്നോ? നിങ്ങൾ രണ്ടുപേരെ അമേരിക്കയിൽ അയക്കാന്ന് പറഞ്ഞിട്ടും എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഈ ഒരു ഒറ്റ കാരണം മതി നിങ്ങൾ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് വിളിച്ച് പുറത്താക്കാൻ. പക്ഷെ എനിക്ക് അമ്മയോടും അച്ഛനോടും എന്താണ് കാരണമെന്ന് പറയേണ്ടി വരും. നിങ്ങളോടൊക്കെ ദേഷ്യം കാണിക്കണമെന്നോ സഹതപിക്കണമെന്ന് എനിക്കറിയില്ല. അഖിൽ, നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയുക, മര്യാദയ്ക്ക് നടക്കാൻ നോക്ക്, മനുഷ്യരായിട്ട് പെരുമാറ്. കാവ്യയുടെ കല്യാണം വരെ നിങ്ങളൊന്ന് സമാധാനിക്കുക. ഇനി വീണ്ടും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കരുത്. ആ MLA അവന്റെ അനിയത്തെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും ഏട്ടൻ നിങ്ങളെ ആലോചിച്ച് സങ്കടപ്പെടുക. ആ വിഷമം മാറ്റിവെച്ച് ഏട്ടൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ഭാവി തന്നെ തലകീഴായി മാറിയനെ. അവിടെ വരെ നിങ്ങൾ എത്തിക്കരുത്. ഇത് ഉപദേശിക്കുകയല്ല. നമുക്ക് വാർണിംഗ് തന്നത് കണ്ടില്ല അഖിൽ? അവർക്ക് ദേഷ്യം വന്നാ എന്ത് ചെയ്യുമെന്നാണ്. നമ്മൾ എന്താ കൊന്നു കളയോ? അച്ഛന്റെ അമ്മയുടെ മുഖം കണ്ടിട്ട് നമ്മളെ വീട്ടിൽ നിർത്തിക്കുന്ന അവൻ പറഞ്ഞത്. എനിക്ക് ഈ വീട്ടിൽ നിൽക്കുന്നതേ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഈ വീട്ടിൽ താമസിക്കുന്നതും ഇഷ്ടമല്ല.
നമുക്ക് എങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് പോയേ പറ്റൂ കാർത്തിക. ഈ നരകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം നമുക്ക്? പോകാം അഖിൽ. പോകുന്നതിന് മുൻപ് ഈ കല്യാണം മുടക്കിയിട്ട് പോണം. നമ്മളെ വോൺ ചെയ്തവർക്ക് നമ്മൾ ആരാണെന്ന് കാണിച്ചിട്ട് പോകാം. അച്ഛാ കഴിഞ്ഞോ? ഇപ്പൊ കഴിയും മോളെ. ആ ഇപ്പോഴാണോ നിങ്ങൾക്കൊക്കെ നേരം വിളത്തത്? വീട്ടിലൊരു കല്യാണം നടക്കാൻ പോവാ, അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്വം ഇല്ലേ? മംഗളകരമായ ഒരു കർമ്മം നടക്കാൻ പോകുമ്പോ നിങ്ങളെ മുഖമൊക്കെ എന്താ എങ്ങനെ ഇരിക്കുന്നേ? ഞങ്ങളുടെ മുഖം എപ്പോഴും ഇങ്ങനെയാട്ടാ, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അങ്ങനെയൊന്നുമില്ല അച്ഛാ, ഇന്നലെ മുഴുവൻ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്നതല്ലേ, അത് കാരണം ക്ഷീണിച്ച് ഉറങ്ങിപ്പോയതാന്ന് തോന്നുന്നു. ഷോപ്പിംഗ് ചെയ്യുന്നത് അത്ര വലിയ ജോലിയാണോ? അത്രയ്ക്ക് തളരാൻ എന്താ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നീയും അഭിയും കാവ്യയും ഒക്കെ ഷോപ്പിങ്ങിന് പോയില്ലേ? അത് രാവിലെ എഴുന്നേറ്റ് കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പാവം കല്യാണ പെണ്ണ് പോലും ജോലി ചെയ്യുക, കൊച്ചു ചെറുക്കൻ ഉണ്ണി പോലും ജോലി ചെയ്യുന്നു. അച്ഛാ അവരും ജോലി ചെയ്തോളൂ അച്ഛാ. എടാ അഖിൽ, പന്തലിട ചടങ്ങുണ്ട്, പിന്നെ മഞ്ഞൾ പിടിക്കണം, അതിന് ഉരലൊക്കെ റെഡിയാക്കി വെക്ക്. ചെല കാർത്തിക, കാവ്യ കോലം ഇട്ടോണ്ടിരിക്കുക. ആ ജോലി കഴിഞ്ഞാൽ ഉടനെ കാവ്യയെ നീ ഒന്ന് ഒരുക്കണം. ഞാനെന്താ ജോലി ചെയ്യണ്ടെന്ന് പറയേ, പിന്നെ ഒരു ജോലിയും ചെയ്തില്ലെന്ന് പറഞ്ഞ എന്നെ വഴക്ക് പറയരുത്. നിങ്ങൾ മുതിർന്ന ആളല്ലേ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലി ഞങ്ങൾ പറഞ്ഞു തരണോ? ഇളയമ്മ പോയി ഏതാ ജോലി വെച്ചാൽ ചെയ്യേ. താലിയും സിന്ദൂരും ഇല്ലാത്തവളാ ഞാൻ. കണ്ട ജോലിയൊക്കെ ചെയ്ത എന്താവോ എന്തോ. മംഗല്യം എന്നത് മനസ്സിലുണ്ടാവണം സുമംഗലെ. നല്ല മനസ്സോടെ ഏത് ജോലി ചെയ്താലും നന്നാവും. അച്ഛാ രാവിലെ തന്നെ എന്തിനാ ഇങ്ങനെ? അല്ല അമ്മയോടെ പോയി? കാവ്യയുടെ കല്യാണമല്ലേ, അതുകൊണ്ട് അർച്ചന ചെയ്യാൻ അമ്പലത്തിലേക്ക് പോയിരിക്കുക. താൻ അമ്മയൊന്ന് ഫോൺ ചെയ്ത് വീട്ടിൽ പന്തലിടൽ ചടങ്ങിന് വേണ്ടി നമ്മുടെ പൂജാരിയും കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ പറയൂ. അമ്മ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പറഞ്ഞതാ, അതുകൊണ്ട് ഉറപ്പായും പൂജാരിയും കൊണ്ടേ വരുള്ളൂ. ഏട്ടാ ഉരുളൊക്കെ ആരാ കൊണ്ടുവരുന്നത്? ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ ബി? ജോലിക്ക് വരുന്ന ആരുടെയോ കയ്യിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. അധികം വൈകാതെ തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കേട്ടല്ലോ. ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ആരെങ്കിലും ജോലി പറയുന്നതുവരെ ചൊറിയും കുത്തി ഇരിക്കരുത്. എപ്പോ എന്ത് ജോലി ചെയ്യണമെന്ന് അറിഞ്ഞു ചെയ്യണം. ഇതൊക്കെ എപ്പോ നിങ്ങൾ മനസ്സിലാക്കുന്നോ എന്തോ. എന്തേട്ടാ ഇത്? രാവിലെ തന്നെ ഞങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നേ? എത്ര വഴക്ക് കേട്ടാലും നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ലല്ലോ. പിന്നെ വഴക്ക് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? പ്ലീസ് അച്ഛാ, പന്തലിടൽ ചടങ്ങിനുള്ള ടൈമായി, അവരെ വെറുതെ വിട്ടേക്കച്ചാ. ഇളമേ കാർത്തികേ, ആദ്യം നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ, പെട്ടെന്ന് റെഡിയാകണം. എന്നാ ചെല്ല്. ഏട്ടാ അബി, ദൃഷ്ടിദോഷത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ? ചിലപ്പോ 2-3 വേണ്ടി വരും. അതിന് പ്രത്യേകിച്ച് വാങ്ങേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ ഇപ്പോഴേ 3 നിപ്പുണ്ടല്ലോ. അച്ഛനൊന്നും മിണ്ടാതിരിക്കുക, നിങ്ങൾ പോയിട്ട് വാ. ഭാസ്കരേട്ടാ, പന്തലിടാനുള്ള തൂണ് ആരാ കൊണ്ടുവരുന്നേ? ഞാനോ മാഡം? നീ തന്നെ ബ്രദർ. നീ ഒരു സിംഹത്തിന്റെ ഗുഹയിലേക്കാ വന്നിരിക്കുന്നേ. ഇനി നിന്റെ ലൈഫ് തീർച്ചയായും സെറ്റിൽ ആകും. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്ന രീതി പറയാം. നീ കാവ്യയുടെ വീട്ടിലേക്ക് ചെല്ലണം. അവളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇന്നലെ വാങ്ങിയ ആഭരണം ഇവിടെ കൊണ്ടുവരണം. അത്രയും സ്വർണം കൊണ്ട് എന്റെ ലൈഫിൽ എന്താവാനാ മാഡം? അത്രയും സ്വർണം വിറ്റാ 10 ലക്ഷം രൂപ പോലും കിട്ടില്ല. നിനക്ക് എത്ര പണമാണോ ആവശ്യം അത് ഞാൻ തന്നിരിക്കും. എന്റെ ഇപ്പോഴത്തെ ആവശ്യം പറയാം. കാവ്യയുടെ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം.
ആ ആഭരണം കണ്ടില്ലെങ്കിൽ ചെക്കന്റെ വീട്ടുകാർ ഓരോന്ന് പറയില്ലേ, അതോടെ കല്യാണവും മുടങ്ങിപ്പോകും. മാഡത്തിന് പ്രതികാരം വീട്ടിയതുപോലെ ആകും. നിനക്കും അപ്പൊ ഇതിന്റെ കൂടെ അങ്ങ് പ്രതികാരം ചെയ്യാം. ആ കാവ്യ നിന്നെ പ്രണയിച്ച് വഞ്ചിച്ചതാണെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? നിനക്ക് ലഭിക്കാതെ പോയ ആ കാവ്യെ വേറെ ആർക്കും കിട്ടാൻ പാടില്ല. ആ വീട്ടില് വിവാഹപ്രായമായിട്ടും വിവാഹം കഴിയാതെ സുമംഗലി എന്ന് പറയുന്ന ഒരാളുണ്ട്. അവരെ പോലെ നിന്റെ കാവ്യയും ലൈഫ് ലോങ് കരഞ്ഞുകൊണ്ടേയിരിക്കണം. അതെ മാഡം, അവളുടെ ചെറിയച്ഛനെയും ചെറിയ അമ്മയും കൂട്ടിക്കൊണ്ടുവന്ന് ആ കാവ്യ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അവളോട് അതിന് പ്രതികാരം ചെയ്തേ പറ്റൂ എനിക്ക്. അതിനുവേണ്ടി തന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ തന്നെ നീ ആ വീട്ടിലേക്ക് ചെല്ല്. എന്നിട്ട് കാവ്യെ തനിച്ചൊന്ന് കാണണം. ആഭരണങ്ങൾ ചോദിക്കണം, നന്നായിട്ട് വരട്ടണം, ഭീഷണിപ്പെടുത്തി ആഭരണങ്ങൾ കൊണ്ടുവരണം. നിനക്ക് ഞാൻ 1 കോടി രൂപ തരും. താങ്ക് യു മാഡം. ഞാൻ പെട്ടെന്ന് പോയി സ്വർണ്ണം എടുത്തിട്ട് വരാം. എനിക്കെന്തോ ഇവനൊരു സംശയമുണ്ട് മാഡം. ഈ പ്ലാന് വർക്കൗട്ട് ആകും തോന്നുന്നുണ്ടോ? നെഗറ്റീവായിട്ട് സംസാരിച്ചാ അടിച്ച് കൊന്നുകളയും ഞാൻ. ഈ പ്ലാൻ വർക്കൗട്ട് ആയേ മതിയാവൂ. കല്യാണം മുടങ്ങുകയും വേണം. എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ. സോറി മാഡം. നാളെ കാവ്യ ഒരുക്കാൻ പറയും. അത് കഴിഞ്ഞ് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകണം. 70 പവന്റെ ആഭരണം അണിയിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. അതിനുശേഷം ഒരു ടവൽ എടുത്ത് 2 പീസായിട്ട് കട്ട് ചെയ്ത് നിന്റെ തലയിലും എന്റെ തലയിലും ഇട്ട് ഇവിടെ ഇരിക്കാം. ആ അങ്ങനെയല്ല, ടവല് 2 പീസായിട്ടല്ല കട്ട് ചെയ്യേണ്ടത്, 3 പീസായിട്ടാ. എനിക്ക് എന്റെ തലയിലോട്ട് ഇടണല്ലോ. ഞാൻ സീരിയസ് ആയിട്ട് പറയുമ്പോ ആന്റി തമാശയായിട്ട് എടുക്കുകയാണോ? നമ്മൾ ഇവിടുത്തെ കോമഡി ക്യാരക്ടേഴ്സാ, മെയിൻ വില്ലന്മാരൊന്നല്ല. അതാ നമ്മുടെ വിധി. ഇവളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ മാവ് അരയ്ക്കണം, ഇവൻ ചെന്ന് ഇഡ്ഡലി ഉണ്ടാക്കണം, നീ പ്ലേറ്റും കഴുകണം. അത്രേ ഉള്ളൂ. അതിനാദ്യം കല്യാണം നടന്നിട്ട് വേണ്ടേ? ഇത് നടക്കില്ല. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്നിട്ട് എന്തെങ്കിലും ചെയ്തോ? ഇട്ട പ്ലാൻ എല്ലാം ഫെയിലിയർ ആയി. നമ്മളെ കൊണ്ട് ഈ കല്യാണം മുടക്കാൻ പറ്റിയില്ലെങ്കിലും ആ കാവേരി മുടക്കിക്കോളും. നമ്മുടെ സഹായം ഇല്ലാതെ കാവേരി കല്യാണം മുടക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാ അമേരിക്കയിൽ കേൾക്കുന്നേ? അതിന് നമ്മളാ എന്തേലും ചെയ്യണ്ടേ. എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറ ആന്റി. അതാണ് ഞാൻ ആലോചിക്കുന്നേ. നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിക്ക്. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. എന്താ ആലോചിക്കേണ്ടത് അമ്മമ്മേ? എന്നോട് കൂടി പറ, ഞാനും കൂടി ആലോചിച്ച് നോക്കാം. നീ എന്തിനാണ് ഇതൊക്കെ അറിയുന്നേ? അകത്തേക്ക് പോ. നിങ്ങൾ ആരാ അങ്കിൾ? പന്തല് കെട്ടാൻ വേണ്ടി വന്നയാ മോനെ ഞാൻ. അച്ഛാ, ആ ഉണ്ണി, പന്തല് കെട്ടാൻ ഒരാള് വന്നിരിക്കുന്നു. ചേച്ചി അവതാരം വിളിക്കുന്നുണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് വെച്ചോളൂ കേട്ടോ. നമസ്കാരം. നമസ്കാരം. എന്താ ഇത്ര വൈകിയത്? ചിങ്ങമാസമല്ലേ, അമ്പലത്തിൽ കുറച്ച് തിരക്ക് കൂടുതലാ, അതുകൊണ്ടാ താമസിച്ചത്. പന്തലിടൽ പൂജയ്ക്ക് എല്ലാം തയ്യാറല്ലേ? വേഗം ഇത് തീർത്തിട്ട് വേണം എനിക്ക് അമ്പലത്തിലേക്ക് ചെല്ലാൻ. എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പൂജാരി. എന്നാ പിന്നെ എല്ലാരും വിളിക്കേ, നമുക്ക് പൂജ തുടങ്ങാം. ഇതാ ഇപ്പൊ തന്നെ വിളിക്കാം. ജയന്തി, ഭാവനെ, വസു, കാവ്യെ കൂട്ടിക്കൊണ്ടുവന്നേ. ഇളയമേ, അഖിൽ, കാർത്തിക,
എല്ലാരും നിങ്ങൾ വന്നേ. ആ വരുന്നേട്ടാ. ആതിരവരവായി പൊന്നാതിരവരവായി നിളയുടെ പുളിനവുമിന്നാലോലം അഴകൊടു കമലദളം നീട്ടുന്നു മംഗല്യഹാരം ദേവിക്കു ചാർത്താൻ മഞ്ജുസ്വരങ്ങൾ കോർത്തോരു ഹാരം ശ്രീരാഗമാ. ഞാനിപ്പോ കണ്ടത് രാഹുലിനെയാണോ? അവൻ ഇവിടെയും വന്നോ? ശ്രീമന്മഹാഗണാധിപതയേ നമോ നമഃ. മഹാലക്ഷ്മീദേവതാഭ്യോ നമോ നമഃ. മഹാസരസ്വത്यै നമഃ. ശ്രീഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. അയം മുഹൂർത്തസ്യ മുഹൂർത്തോസ്തു. പവിത്രോ വാ സർവാവസ്ഥനാം തതോ വാ തസ്മൈ പുണ്ഡരീകാക്ഷം സവാഭ്യാം തസ്സുചിഃ. ശ്രീമന്മഹാഗണാധിപതയേ നമഃ. ഓം ഗണാനാം ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപമസ്തവസ്തവം. ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദാം സാധനം. ശ്രീഗുരുഭ്യോ നമഃ. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ. ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഃ. തജ്ജന്യാവാപ്രണീമഹേ. സുവർണരജതസ്വയാം ചന്ദ്രാം ഹിരൺമയീം ലക്ഷ്മീം ജാതവേദോ മമാവഹ താം ജാതവേദോ ലക്ഷ്മീം ഗണപകാനി നിശ്യാഹിരണ്യം ജയന്താമസ്വം പുരുഷാനഹം അശ്വഭൂതാം പ്രഥമപ്യാം ഹസ്തനാഥ പ്രബോധിനീം ക്ഷീരസമുദ്രരായുധനയാം ശ്രീരംഗധാമേശ്വരീം ഭൂതസമസ്തവേരതാം മൃഗൈതദീപാം ഓം മുഹൂർത്തസ്യ മുഹൂർത്തോസ്തു. സാർ, നാളെ രാവിലെ പെൺകുട്ടിയെ ഇരുത്തി ഒരു ഗണപതി പൂജയും ഗൗരി പൂജയും നടത്തിയ ശേഷം മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. ബാക്കി ചടങ്ങുകൾ അവിടെ വെച്ച്. അപ്പൊ ശരി. ശരി. ഏട്ടാ, നാളെ പൂജയ്ക്ക് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യണം. ശരി അബി, ഇന്ന് തന്നെ പൂജയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വന്നേക്ക്. നിക്ക്. ആരാടാ നീ? എന്തിനാ വീട്ടിലേക്ക് കയറി വന്നേ? അത് പന്തൽ കെട്ടാൻ വേണ്ടി വന്നേ ഞാൻ. കല്യാണ പെണ്ണ് പ്രസാദം തരാന്ന് പറഞ്ഞു. പന്തലിന്റെ കാര്യം നോക്കാൻ വന്നതാണോ? ശരി പോ. ആ നീ വാ, ഒരുപാട് ജോലിയുണ്ട്.
ഇവിടെ ഇരിക്കുകയായിരുന്നു മോളെ. എന്തിനാ ഇവിടെ വന്നേ? നിനക്കെന്താ അറിയില്ലേ? അത് ഞാൻ ഷോപ്പിംഗ് മാളിൽ വെച്ച് പറഞ്ഞല്ലേ. എന്റെ അവസ്ഥ നീ കാണുന്നതല്ലേ? എല്ലാവരും ഈ ചെറിയ വീട്ടിലാ താമസിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ സ്വത്തൊന്നും ഇല്ല. നീ പറയുന്നത്ര കാശും ഇല്ല. നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇന്നലെ വാങ്ങിയ ആഭരണങ്ങൾ കാണുമല്ലോ മോളെ, എന്നിട്ട് ഒന്നുമില്ലെന്നങ്ങ് പറഞ്ഞാലോ? അതൊക്കെ എന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാ. ആ ആഭരണങ്ങളൊക്കെ എനിക്ക് വന്നിട്ട് നീ ഹാപ്പി ആയിട്ട് കല്യാണം കഴിച്ചോ? എനിക്ക് 70 പവൻ ആഭരണം തരാന്ന് എന്റെ ചെറിയമ്മ ചെക്കന്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തിരിക്കുക. ആഭരണം കൊടുത്തില്ലെങ്കിൽ വാക്ക് തെറ്റി.